ബദരീനാഥ് ക്ഷേത്രത്തിൽ കൊള്ള ആരോപണത്തിൽ അന്വേഷണത്തിന് 3 അംഗ ഉന്നതതല സമിതി രൂപീകരിച്ച് ഉത്തരാഖണ്ഡ് സർക്കാർ. ആരോപണ വിധേയനായ പ്രമോദ് നൌട്ടിയാലിനെ സമിതി ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 15 ദിവസത്തിനകം സമിതി റിപ്പോർട്ട് നൽകും. വിവരങ്ങളുമായി വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, ഇത് അയോധ്യ കൊള്ളയ്ക്ക് പിന്നാലെ ബദരീനാഥിലും സമാനമായിട്ടുള്ള കൊള്ള നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. തുടർന്ന് വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ എന്തായാലും ഒരു സമിതിയെ അന്വേഷണത്തിനായി രൂപീകരിച്ചിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? അക്ഷയ്, എന്തായാലും രാജ്യത്തെ പ്രധാനപ്പെട്ട ഈ ക്ഷേത്രങ്ങളിലെല്ലാം വലിയ കൊള്ള നടക്കുന്നു എന്ന ആരോപണങ്ങൾ തന്നെയാണ് ഉയർന്നു വരുന്നത്. തുടക്കത്തിൽ അയോധ്യയിലായിരുന്നു വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നത്. കൊള്ളയുടെ കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ചതിൻ്റെ തെളിവുകളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ BJP RSS നേതൃത്വമൊക്കെ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് അയോധ്യയ്ക്ക് പിന്നാലെ മറ്റു പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും സമാനമായ രീതിയിൽ കൊള്ള നടക്കുന്നു എന്ന ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നത്. അയോധ്യയ്ക്ക് പിന്നാലെയായിരുന്നു മധുര ക്ഷേത്രത്തിലും, അതിന് പിന്നാലെയാണ് ബദ്രീനാഥ് ക്ഷേത്രത്തിലും ഇത്തരത്തിൽ സംഭാവനകളടക്കം കൊള്ളയടിക്കുന്നു എന്ന വലിയ ആരോപണം ഉയർന്നു വന്നത്. ഏതായാലും അതിലിപ്പോൾ ഈ ബദ്രീനാഥ് ക്ഷേത്രത്തിലെ സംഭാവന കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഉത്തരാഖണ്ഡ് സർക്കാർ 3 അംഗ ഉന്നതതല സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. ഗൃഹ്വാൾ പോലീസ് കമ്മീഷണർ ആനന്ദ് സ്വരൂപ്, നാഷണൽ ഹെൽത്ത് മിഷൻ മാനേജിംഗ് ഡയറക്ടർ സന്ദീപ് തിവാരി, മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ് ഡയറക്ടർ ജനറൽ ഓഫീസിലെ ഡയറക്ടർ ജഗത് സിംഗ് ചൗഹാൻ എന്നിവർ ഉൾപ്പെടുന്ന ഒരു 3 അംഗ സമിതിയെ തന്നെയാണ് എന്തായാലും ഉത്തരാഖണ്ഡ് സർക്കാർ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആരോപണ വിധേയനായിട്ടുള്ള പ്രമോദ് നൌട്ടിയാലിനെ സമിതി ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നതാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് സർക്കാർ ഈ സമിതിക്ക് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും രാജ്യത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ തോതിൽ കൊള്ള നടക്കുന്നു. അവിടെ സംഭാവനകളൊക്കെ തന്നെ വലിയ തോതിൽ കൊള്ളയടിക്കുന്നു എന്നുള്ളത് BJP RSS നേതൃത്വത്തേക്ക് തന്നെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. അക്ഷയ്.